വീണ്ടും നമ്മൾ കർണാടകയിലെ ഷിരൂരിലേക്ക് പോവുകയാണ്. അവിടെ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഐബോർഡ് ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള പരിശോധന അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ജോസഫ് ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ജോസഫെ, നമുക്ക് നേരത്തെ ജോസഫ് സൂചിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു, അതായത് ഈ വാഹനം അത് 3 ഭാഗമായി മുറിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. എങ്ങനെയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? അതുപോലെ തന്നെ നേരത്തെ ഈ മുങ്ങൽ വിദഗ്ധർ കരയിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ഈ ക്യാബിനിലേക്ക് എത്തിച്ചേരുക വളരെ പ്രയാസകരമായ കാര്യമാണെന്നാണ് നാവികസേന അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംശയം അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡൈവ് ചെയ്ത് അങ്ങോട്ട് പോകണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഈ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടരുകയാണ്. അതായത് നേരത്തെ അറിയിച്ചത് അനുസരിച്ച് 3 ഭാഗങ്ങളായി ലോറി വേർപെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഈ ഡ്രോൺ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിക്കുമെന്നും ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് എത്താൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുക വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായിരിക്കും. കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്നും ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ഭദ്ര. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് പുഴയുടെ കരയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ ഗ്രാമവാസികൾ അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ അടുത്ത മണിക്കൂറുകൾ തന്നെ അവർ ഔദ്യോഗികമായി തന്നെ പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു നിർദ്ദേശമാണ് മാധ്യമപ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പങ്കുവയ്ക്കും എന്നുള്ളൊരു വിവരമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. 3 ഭാഗങ്ങളായിട്ടാണ്, വേർപെട്ട നിലയിലാണ് ഈ മണ്ണിൻ അടിയിൽ, ഈ ചെളിക്കടിയിൽ ഈ ഭാഗങ്ങളുള്ളത്. ക്യാബിൻ, അതുപോലെ തന്നെ ചേസ്, അതുപോലെ തന്നെ ബോഡി, ഈ 3 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇനി ക്യാബിൻ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ സുതാര്യമായ ഈ ക്യാബിന് മറ്റെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. വീണ്ടും അങ്ങോട്ട് എത്താനുള്ളൊരു ശ്രമം നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതൊക്കെയാലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി തന്നെ തുടരുകയാണ്. 4 മണിയോടുകൂടി മഴയുണ്ടാകും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിലും ഇരുണ്ട് മൂടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ചെറിയ രീതിയിൽ കാറ്റും വീശുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ 4 മണിക്ക് മുമ്പ് ഈ ഡ്രോൺ പരിശോധനയിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ ദൗത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. അതീവ ദുഷ്കരമാണ് ഈ ദൗത്യമെന്ന് നാവികസേന അസന്നിഗ്ധം വ്യക്തമാക്കുകയാണ്. കാരണം അടിയൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഈ ചെളി പുതഞ്ഞതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ക്യാബിന്റെ ചിത്രങ്ങൾ, അതായത് ഈ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയിട്ട് ശേഖരിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കൂടുതലായും ഇനി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തുവാനും ഇതിന്റെ കിടപ്പുവശം മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഡാമേജ് അടക്കമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ ആരോഗ്യ പ്രവർത്തകരടക്കം ഈ അധികൃതരടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്ന മുറയ്ക്ക് അത് ഏകദേശം ഇതിനൊരു 2 മണിക്കൂർ അടുത്ത സമയമെടുക്കും. അതായത് ഈ ചിത്രങ്ങൾ ഡീകോഡ് ചെയ്ത് ഒരു ഫ്രെയിമിലേക്കാകുമ്പോൾ ഇത്തരത്തിൽ 2 മണിക്കൂറോളം താമസം വരും. എങ്കിലും വളരെ വേഗത്തിൽ ഈ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഏറ്റവും നിർണായകമായത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി ഏറ്റവും നിർണായകമാകാനുള്ളത് അർജുൻ ഈ ലോറിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അർജുൻ ഈ ഡ്രൈവർ ക്യാബിൻ ഉണ്ടെങ്കിൽ ഈ രക്ഷാ ദൗത്യം പൂർണ്ണ വിജയമാകും എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. അഥവാ ഈ അർജുൻ ഈ ലോറിയിൽ ഇല്ലെങ്കിലും പിന്നെ മുന്നോട്ട് എന്ത് എന്നുള്ള
വലിയൊരു ചോദ്യചിഹ്നമാണ്. മുൻപിൽ മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല. കാരണം മറ്റൊരു ചോദ്യത്തിന് ഇട നൽകുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കാരണം നിസ്സഹാരായി തിരിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിൽ വരും എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം മുൻപിൽ മറ്റൊരു വഴികളൊന്നും ഈ ദൗത്യ സംഘത്തിന്റെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയുള്ള നിർണായകമായ ദൗത്യത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ക്യാബിൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചിത്രങ്ങൾ വിവിധ വശങ്ങളിൽ നിന്നും ശേഖരിച്ച് ഇതിന്റെ കിടപ്പും ഇതിന്റെ ഈ ക്യാബിന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് മുൻപോട്ടുള്ള നീക്കങ്ങൾ നടത്തുക. ഏറെ പ്രതീക്ഷയോടെയാണ് നാം കാത്തിരിക്കുന്നത്. ആശ്വാസകരമായ വാർത്ത അത് കേൾക്കാൻ ഇടയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയാലും ഇപ്പോഴൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഈ ലോറിയുടെ ഭാഗങ്ങൾ 3ആയി വേർപെട്ടിരിക്കുന്നു. ക്യാബിനും ചേസും ബോഡിയും 3 ഭാഗങ്ങളായിട്ടാണ് വേർപെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അർജുൻ ഓടിച്ച ലോറിയിൽ നിന്നുള്ള തടിക്കഷ്ണങ്ങൾ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയിൽ നിന്ന് കണ്ടെടുക്കുന്ന സാഹചര്യവുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തതകളുടെ ആവശ്യമില്ല. ഇനി ഒരു കൂടി ജോസഫ് ഒന്ന് ഹോൾഡ് ചെയ്യണം. നമുക്കിപ്പോ ഒന്നുകൂടി നമുക്ക് ആ തടിക്കഷ്ണം ലഭിച്ച ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അതിന്റെ പ്രതികരണം നമ്മൾ ഒരിക്കൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഒന്നുകൂടി നമുക്ക് ആ ഒരു പ്രതികരണം കേൾക്കാം. അതിനുശേഷം ജോസഫിലേക്ക് തിരിച്ചു വരാം. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളതാണോ അവരതാണോ എന്നുള്ളത് വേറെ ആരതോ ആണോ എന്നുള്ളത് പോലീസുകാരാണ് പറയുന്നത്. പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ചെയ്യാറുള്ള കേസും കൂടി ആയിരുന്നു. അവരെന്നെ പോലീസുകാരാണ്, കർണാടക പോലീസാണ് അതിന്റെ മറുപടി. സ്ഥിരീകരണം പോലീസുകാരാണ് സ്ഥിരീകരിക്കേണ്ടത്. അവർ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 4-5 പീസ് ഉണ്ടാവും. പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത്. അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മ. എന്തായാലും 3-4 കഷ്ണം ഞാൻ കണ്ടു. അത് ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളത് പോലീസുകാർ എന്തായാലും അവരാണ് കൺഫേം ചെയ്ത് പറയും. ഇവിടെയുള്ള മരത്തിന് തോലില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. ശരി, എന്തായാലും അർജുൻ്റെ വാഹനത്തിൽ നിന്നുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളാണ് ലഭിച്ചത് എന്നൊരു സ്ഥിരീകരണം വരികയാണ്. ഏകദേശം 8 കിലോമീറ്ററിനപ്പുറത്ത് ആണ് ഈ ഒരു മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നത്. വീണ്ടും ജോസഫിലേക്ക് പോകുമ്പോൾ, ജോസഫെ, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏകദേശം ഒരു 4 മണിയോട് കൂടിയൊക്കെ മഴ ഉണ്ടാകുമെന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ അധികൃതർ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ ഒരു രക്ഷാദൗത്യവും ദുഷ്കരമാകാനുള്ള ഒരു സാഹചര്യമല്ലേ? കാരണം ഈ പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറെ അടിയൊഴുക്ക് ഉള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ഇരുട്ടാവും തോറും വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമായിരിക്കും. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം? നിലവിൽ ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ദുഷ്കരമാണ് ഈ രക്ഷാദൗത്യം എന്ന് പറയുന്നത്. കാരണം ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇങ്ങോട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 10 നോട്ടിക്കൽ മൈൽ വേഗതയിലായിരുന്നു പുഴ ഒഴുകിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. 8, 6 അതുപോലെയുള്ള സ്പീഡിലേക്കാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നതെന്ന് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഈ നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോലും ഡൈവ് ചെയ്യുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. സുതാര്യത തീരെയില്ല. മാത്രമല്ല ചെളി നിറഞ്ഞ പ്രദേശമാണ്. ഈ വസ്തുവിന്റെ കൃത്യമായ ദിശ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ എടുത്ത് ഈ വെള്ളത്തിലേക്ക് രക്ഷാദൗത്യത്തിന് ഇറങ്ങുന്നത് അത്ര ഉചിതമായ തീരുമാനമായിരിക്കില്ല എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള ചോദ്യചിഹ്നം ഈ ക്യാബിനടുത്തേക്ക് എങ്ങനെ നീങ്ങാനാകും, ഈ മുൻപോട്ടുള്ള രക്ഷാദൗത്യത്തിൽ ഈ നാവികസേന എന്താണ് നിലപാടെടുക്കുക എന്നാണ് ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മിഷൻ എന്തെങ്കിലും തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് അത്തരം മാർഗങ്ങൾ 100% ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. മേജർ ജനറൽ അടക്കം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ആണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 100% ഫലം കാണാൻ സാധിക്കും എന്നും പറയുന്നുണ്ടായിരുന്നു. ഈ ഡ്രോണിന്റെ പ്രവർത്തനം നേരത്തെ വലിയ രീതിയിൽ കൃത്യമായി ഇത് ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇരുവശങ്ങളിലെ മണ്ണ് മാറ്റിയാൽ ഇത്തരത്തിൽ ക്യാബിനിലേക്ക് സുഗമമായി എത്താൻ സാധിക്കും. മാത്രവുമല്ല തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ
ഈ മറ്റൊരു മഴ ഉണ്ടാകുന്നതിന് മുമ്പേ ത്വരിതഗതിയിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നാവികസേനയ്ക്ക് കൃത്യമായി ക്യാബിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഇത് എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മഴയൊന്നും വരാതിരിക്കട്ടെ, അതുപോലെ തന്നെ കാറ്റ് മാറി നിൽക്കട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കുറച്ചുകൂടി സുഗമമാകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ മാത്രമേ, അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്കടക്കം നദിക്കടിയിലേക്ക് പോയി അവിടെ ക്യാബിൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ മലയാളിയും ഉള്ളത്.